الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد صلى الله عليه وسلم وآله وصحبه أجمعين أشهد أن لا إله إلا الله أشهد أن محمد رسول الله അപ്പോൾ നോക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ, അതുപോലെ കുളിയുടെ ഫർളുകൾ, കുളിയുടെ സുന്നത്തുകൾ. കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. കൂടുതൽ വിശദീകരണം നമ്മൾ ക്ലാസ്സിൽ കേൾക്കും. നിങ്ങൾ പിന്നെ അതിൻ്റെ നോട്ട്സ് കുറച്ച് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ വായിക്കുകയും വേണം. കുളിയുടെ സുന്നത്തുകൾ ഒരു 10-20 ചില്ലാനും സുന്നത്തുകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്, നോട്ടായിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കുളിയുടെ സുന്നത്തുകളാണ് ഇതതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? കേൾക്കുന്നില്ലേ? സ്ക്രീന് കാണുന്നില്ലേ? എന്തായിരുന്നു സംസാരിക്കാതെ? യെസ്, നീ നോക്കി. ഫസ്ലുൻ ഒരധ്യായമാണ്. ഫി മൂജിബാത്തിൽ ഗുസ്ലി കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങളിൽ പറയുന്ന, കുളി നിർബന്ധമാക്കുന്ന വിഷയങ്ങളിൽ പറയുന്ന അധ്യായമാണ്. വയജിബു നിർബന്ധമാണ്, അൽ ഗുസ്ലു കുളിക്കൽ, മിൻ ഖംസത്തി അഷിയാ 5 കാര്യങ്ങളാൽ കുളിക്കൽ നിർബന്ധമാകും. ഏതൊക്കെയാണത്? 5 കാര്യങ്ങൾ. 1 മിൻ ഈലാജിൽ ഹഷ്ഫത്തി ലിംഗത്തിൻ്റെ അഗ്രം, പുരുഷലിംഗത്തിൻ്റെ അഗ്രം പ്രവേശിക്കുക, ഫിൽ ഫർജി ഗുഹ്യഭാഗത്ത് പ്രവേശിക്കുക. ശരി. അപ്പോൾ പുരുഷ ലിംഗത്തിൻ്റെ അഗ്രം, തല, സ്ത്രീയുടെ ഗുഹ്യഭാഗത്ത് പ്രവേശിക്കുക. അത് പിൻദ്വാരമാകാം, മയ്യത്തിൻ്റെതാവാം, അല്ലെങ്കിൽ മൃഗത്തിൻ്റെതാവാം. കുളിക്കൽ നിർബന്ധമാകും. ഓക്കെ ആണോ? നോട്ട് ചെയ്യുന്നില്ലേ? എഴുതുന്നില്ലേ? സുബൈർക്ക ഹോസ്പിറ്റലിലാണ്, ബാക്കിയുള്ളവരെ എഴുതുന്നില്ലേ? ഹഫീസ്. 2 വമിൻ ഖുറൂജിൽ മനിയ്യി മനിയ്യ് പുറപ്പെടുക. രണ്ടാമത്തെ കാരണം മനിയ്യ് പുറപ്പെടുക. മൂന്നാമത്തത് വമിനൽ ഹൈള് വൻ നിഫാസി. നാലാമത്തത് നിഫാസ്. വൽ വിലാദത്തി. അഞ്ചാമത്തത് പ്രസവം. പ്രസവിക്കുക. അപ്പോൾ ഹൈളും നിഫാസും ഒക്കെ നമ്മൾ വിശദീകരിച്ച് ശേഷം വരുന്നുണ്ട്. പിന്നെ മതിയുണ്ട്. മനിയല്ല, മതിയ്. അത് കുറച്ച് നേരിയ വെളുത്ത വെള്ളമാണ്. അത്
മനീയിൻ്റെ പ്രത്യേകതകളൊന്നും ഉണ്ടാവില്ല. മനീന് 3 പ്രത്യേകതകൾ ഉണ്ടാവും. ആ പ്രത്യേകതകൾ ഇതിനുണ്ടാവില്ല. പിന്നെ വധിയുണ്ട്. സൗണ്ട് ഓർക്കും എന്താ പാട്ട് കേൾക്കും. അപ്പോ വധി ഭാരം ചുമക്കുന്ന സമയത്ത് പുറത്തേക്ക് വരുന്നത് അതൊക്കെ നജസാണ്. അതൊന്നും കുളി നിർബന്ധമാക്കുന്ന കാര്യങ്ങളല്ല. പക്ഷെ വുളൂ മുറിക്കും. മുന്നേക്കുന്നല്ലേ വാങ്ങിപ്പോ. പിന്നെ ഹൈള് നിഫാസ്, അതിന്റെ വിശദീകരണം ശേഷം വരും. പിന്നെ വിലാദത്ത്, പ്രസവം. പ്രസവം എന്ന് പറഞ്ഞാൽ സാധാരണ പ്രസവിക്കുന്ന ആ പ്രസവം ഉണ്ടായാലും ഇനി അതല്ല ഓപ്പറേഷൻ ചെയ്ത് പ്രസവിക്കുകയാണ് എന്നാലും കുളി നിർബന്ധം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഈ 5 കാര്യങ്ങളാണ് കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ. അടുത്തേക്ക് പോട്ടെ. വധി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട്. വധി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഭാരം ചുമക്കുമ്പോഴും നല്ല ക്ഷീണം ഉണ്ടാകുമ്പോഴൊക്കെ നമ്മുടെ മുൻദ്വാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വെള്ളമാണ്. അത് മനീ പോലെയല്ല, അത് നജസാണ്. അത് കഴുകി വൃത്തിയാക്കണം. കുളി നിർബന്ധമല്ല. അത് കഴുകിയിട്ട് ഉതു എടുക്കണം. ഉതു മുറിഞ്ഞു. മനീയ് പുറപ്പെട്ട് കഴിഞ്ഞാൽ കുളി നിർബന്ധമാകും. പക്ഷെ മനീയ് ശുദ്ധിയുള്ളതാണ്, മറ്റേത് നജസാണ്. മറ്റേത് രണ്ടും. അപ്പോൾ സാധാരണഗതിയിൽ മനീയ് പുറപ്പെടുന്നതിൻ്റെ മുമ്പ് മതിയും വരും. നിർബന്ധമൊന്നുമില്ല. പിന്നെ പറയട്ടെ, അടുത്ത് പറയട്ടെ. ശരിക്കാം എവിടെ? ഇനി ഫസ്ലുൻ ഫി ഫുറൂലിൽ ഗുസ്ലി, കുളിയുടെ ഫർളുകളിൽ പറയുന്ന അധ്യായം. കുളിയുടെ ഫർള്. എടാ അവരെ വിളിക്കേ. കുളിയുടെ ഫർള്. അപ്പൊ ഫുറൂദുൽ ഗുസ്ലി, കുളിയുടെ ഫർളുകൾ ഷൈആനി, അല്ലേ? 2 കാര്യങ്ങളാണ്. കുളിക്ക് 2 ഫർളാണുള്ളത്. അൽ അവ്വലു, ഒന്നാമത്തത് അന്നിയ്യത്തു, നിയ്യത്ത് വെക്കുക. ഒന്ന് നിയ്യത്ത്. നമുക്കറിയാലോ, നമ്മളെല്ലാ കാര്യവും നിയ്യത്ത് വേണം. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. നിയ്യത്ത് വേണം. വഹുവ, എന്താ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അയ്യൻവിയ, അവൻ കരുതലാണ്. റഫ്അൽ ജനാബത്തി, ജനാബത്തിനെ ഉയർത്തുന്നു എന്ന് കരുതുക. വലിയ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് കരുതുക. ഔ റഫ്അൽ ഹദസിൽ അക്ബരി, വലിയ അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് കരുതുക. ജനാബത്ത് ഉയർത്തുന്നു എന്നോ വലിയ അശുദ്ധിയെ ഉയർത്തുന്നു എന്നോ, അല്ലെങ്കിൽ ഔ ഫറലൽ ഔ നഹ്വദാലിക, അല്ലെങ്കിൽ അത് പോലത്തത്. ഇനി കുളിയുടെ ഫർദിനെ ഞാൻ വീട്ടുന്നു എന്നോ ഒന്നും പറ്റൂട്ടോ. കുളിയുടെ ഫർദ് ഞാൻ വീട്ടുന്നു, അതുപോലെ വലിയ അശുദ്ധിയെ ഉയർത്തുന്നു, ജനാബത്തിനെ ഉയർത്തുന്നു എന്നൊക്കെ കരുതാം. വെറും കുളി മാത്രം പോരാ, കുളിക്കുന്നു എന്ന് കരുതിയാൽ പോരാ. സാധാരണഗതിയിൽ കുളി നമ്മൾ എപ്പോഴും ചിലപ്പോൾ ഇബാദത്തായിട്ട് വരുന്ന കുളിയുണ്ട്, ചിലപ്പോൾ സാധാരണ ഒരു ആദത്ത്, ഒരു പതിവനുസരിച്ചൊരു കുളിയുണ്ട്, അങ്ങനെയുണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് അറിയില്ലല്ലോ, പ്രത്യേക സ്പെസിഫിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് കുളിക്കുന്നു എന്ന് മാത്രം പോരാ. അപ്പോൾ ഒരാൾക്ക് ഒരു പെണ്ണ് എന്ത് ചെയ്തു? ആ പെണ്ണിന് വലിയ ശുദ്ധി ഉണ്ടായി, ജനാബത്തുണ്ടായി. അപ്പോൾ ആ പെണ്ണ് എന്ത് കരുതി? ഹൈലിൻ്റെ ഉയർത്തുന്നു എന്ന് കരുതി. ഹൈലല്ലാത്ത ഭർത്താവുമായി
ഉള്ള ബന്ധപ്പെട്ടപ്പുള്ള നിർബന്ധമുള്ള കുളിയാണ്. അപ്പോൾ ആ പെണ്ണ് ഹൈലിൻ്റെ കുളിയെ കുളിക്കുന്നു എന്ന് കരുതി, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് കരുതി. അപ്പോൾ ഹൈലുള്ള പെണ്ണ് കുളിക്കുന്ന സമയത്ത് ഹൈലിൻ്റെ രക്തം നിന്നപ്പോൾ കുളിക്കുന്ന സമയത്ത് വലിയ ശുദ്ധി ജനാബത്തിൻ്റെ കുളി കുളിക്കുന്നു, അതിൻ്റെ ഉയർത്താൻ വേണ്ടി കുളിക്കുന്നു എന്ന് കരുതി. അതൊരു പിഴവോടുകൂടെ വന്നിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആ നിയത്ത് മതിയാവും. മനഃപൂർവ്വം ചെയ്താലോ അത് പറ്റില്ല. പിന്നെ മനഃപൂർവ്വം അത് കളിയാക്കണില്ല, കളിപ്പിക്കുകയാണല്ലോ. ഒരു പഴച്ചുകൊണ്ട് പെണ്ണ് നിയത്ത് ചെയ്തു, അങ്ങനെ കുടിച്ചു, അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. അല്ലാതെ മനഃപൂർവ്വം കരുതിയിട്ട് എന്ത് ചെയ്തു അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാവുന്നതല്ല. ഓക്കെ ആണോ? ഇനി എന്ത് ചെയ്തു, ഒരു പെണ്ണ് എന്നല്ല, ഒരാൾക്ക് 2-3 കുളികൾ ഒരുമിച്ച് കൂടി. 2-3 കുളികൾ. ഉദാഹരണം പറഞ്ഞാൽ അപ്പോൾ ആ പെണ്ണ് നോക്കണം, ഇത് വാജിബത്താണോ അതല്ല ചിലത് വാജിബത്താണോ എല്ലാം വാജിബത്താണോ എന്നൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ചിലതാണ് വാജിബത്താണോ എല്ലാം വാജിബാണോ. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പെണ്ണിന് ഹൈലിൻ്റെ കുളിയും ഒരുമിച്ച് കൂടി ജനാബത്തിൻ്റെ കുളിയും ഉണ്ടായി. എന്നാൽ ഏതെങ്കിലും ഒന്നിൻ്റെ നിയത്ത് വെച്ചാലും മതിയാവും. ഇനി സുന്നത്തായ കുളിയാണ്. അതാണ് വെള്ളിയാഴ്ചയും പെരുന്നാളും. വെള്ളിയാഴ്ചയും പെരുന്നാളും ഒന്നായി, ഒരു ദിവസമായി നിൽക്കുക. വെള്ളിയാഴ്ചക്കൊരു കുളി ഉണ്ടല്ലോ, അതും സുന്നത്താണ്. പെരുന്നാളിൻ്റെ കുളിയും സുന്നത്താണ്. അതും അങ്ങനെ തന്നെയാണ്. ഒന്ന് കരുതിയാൽ മതിയാവും. ഇനി ചിലത് നിർബന്ധവും ചിലത് സുന്നത്തും അങ്ങനെ ഉണ്ടാവും. ഏതുപോലെ ഒരു ജനാബത്തുള്ള ഒരാൾ ഓന് വെള്ളിയാഴ്ചൻ്റെ കുളി കുളിക്കുക, ജനാബത്തിന് ഉയർത്താൻ വേണ്ടി കുളിക്കുക, അത് ഫർളാണ്. വെള്ളിയാഴ്ചൻ്റെ കുളി സുന്നത്താണ്. അപ്പം രണ്ടും ഉണ്ടായി. എന്നാൽ രണ്ടിനെയും കരുതിയാൽ രണ്ടും കിട്ടും. ഒന്നിനാണ് കരുതിക്കുന്നത് ഒന്നേ കിട്ടുള്ളൂ. രണ്ടിനെയും കരുതിയാൽ രണ്ടും കിട്ടും. അപ്പോൾ ഫർദിൻ്റെ കുളിച്ച കൂലിയും കിട്ടും, ആ ഫർദും വീടും സുന്നത്ത് കുളിച്ച കൂലിയും അവന് ലഭിക്കുന്നതാണ്. ക്ലിയർ അല്ലേ? എവിടെ ബഷീർക്ക നോട്ട് ചെയ്യുന്നില്ലേ? ഹഫീസ്. അപ്പോൾ ഒന്ന് നിയ്യത്താണ്. എപ്പോഴാണ് നിയ്യത്ത് വെക്കേണ്ടത്? ഇന്ദ വസ്ലി അവലി ജുസ്ഇൻ മിൻ ബദനിഹി, അവൻ്റെ ശരീരത്തിൽ നിന്നും ആദ്യത്തെ ജുസ് കഴുകുന്ന സമയത്ത്, ശരീരത്തിൻ്റെ ഏതാണോ ആദ്യം കഴുകുന്നത് ആ സമയത്ത് നിയ്യത്ത് വെക്കണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു തർത്തീബൊന്നും ഇല്ലല്ലോ. കാരണം കുളിക്കാൻ ശരീരം മുഴുവനും അവയവമാണ്. അപ്പോൾ ആദ്യം കാലിന്ന് കഴുകുക, അല്ലെങ്കിൽ കയ്യ് കഴുകി തുടങ്ങാം, അല്ലെങ്കിൽ തലമ്മ വെള്ളം ഒഴിച്ച് എന്തും ചെയ്യാം. ചിലപ്പോൾ അടിയിൽ നിന്നാവാം, മേലെന്നാവാം, തർത്തീബില്ല. അപ്പോൾ കുറച്ച് കഴുകി എന്നിട്ടാണ് നിയ്യത്ത് വെക്കണത്, എന്നിട്ടാണ് ബാക്കി കഴുകിയെന്ന് വെച്ചാൽ കുളി ശരിയാവില്ല. കാരണം നിയ്യത്ത് വെക്കുന്നതിൻ്റെ മുമ്പ് കഴുകിയ ഭാഗം ഒന്നുകൂടി എന്താവേണ്ടി വരും, കഴുകേണ്ടി വരും, നല്ല ഫറള് കൂടും. അപ്പോൾ നിയ്യത്ത് എപ്പോഴാണോ വെക്കുന്നത് അവിടെ നിന്നുള്ള കഴുകലെ പരിഗണിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ മുമ്പ് കുറച്ച് ഭാഗം കഴുകിയിട്ടുണ്ടെങ്കിൽ ശേഷം അത് വീണ്ടും മടക്കൽ നിർബന്ധമാണ്. അത് കുളി ശരിയാവില്ല. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അസാനി രണ്ടാമത്തത്, ഒന്ന് നിയ്യത്ത്, രണ്ടാമത്തത് വസ്ലു കഴുകലാണ്. ജമീഇ ശഅരിഹി, അവൻ്റെ മുഴുവൻ രോമങ്ങളെയും. അൽ ഖഫീഫി എന്നല്ലേ, അൽ ഖഫീഫി വൽ ഖഫീഫി, നേരിയതും തിങ്ങിയതുമായ. നേരിയ രോമങ്ങളും കഴുകണം, തിങ്ങിയതും കഴുകണം. അതുപോലെ വ ജമീഇ ബശറത്തിഹി, അവൻ്റെ മുഴുവൻ തൊലിയെയും കഴുകണം. ഹത്താമാ തഹ്ത ഖുൽഫത്തിൽ അഖ്ലഫി, ചേലാകർമ്മം ചെയ്യാത്ത ആളുടെ ഉൾഭാഗവും കഴുകണം. സുന്നത്ത് കർമ്മം നിർവഹിക്കാത്ത അങ്ങനത്തെ ആൾക്കാണ് അഖ്ലഫ് എന്ന് പറയാം. സുന്നത്ത് കഴിക്കാത്ത ആൾ, ഓന് അതിൻ്റെ ഉള്ളടക്കം എന്ത് കഴുകണം? മനസ്സിലായോ? ക്ലിയർ അല്ലേ? ചേലാകർമ്മം
ചെയ്യാത്ത സുന്നത്ത് കഴിക്കാത്ത ആൾ ആ സുന്നത്ത് കഴിച്ച് കളയേണ്ട ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ അടിഭാഗം വരെ കഴുകൽ നിർബന്ധമാണ്. ഇതാണ് രണ്ടാമത്തെ ഫർള്. എന്നാൽ മൂക്കിൻ്റെ ഉള്ള്, വായൻ്റെ ഉള്ള്, ഗുഹ്യസ്ഥാനത്തിൻ്റെ ഉള്ള്, കണ്ണിൻ്റെ ഉള്ള് ഇതൊന്നും കഴുകൽ നിർബന്ധമില്ല. കണ്ണിൻ്റെ ഉള്ള് കഴുകൽ എന്താണ് സുന്നത്തുമില്ല. പക്ഷെ നജസ്സാണെങ്കിൽ അങ്ങനെയല്ല. നജസിൻ്റെ കാര്യം കുറച്ച് ഗൗരവമാണ്. അപ്പോൾ നജസ്സാണെങ്കിൽ അതൊക്കെ കഴുകണം. കണ്ണിൽ നജസ്സായി, ഇനി മൂക്കിനുള്ളിൽ നജസ്സായി, വായനുള്ളിൽ നജസ്സായി, അതൊക്കെ എന്ത് ചെയ്യണം? കഴുകി വൃത്തിയാക്കണം. കുളിക്കണ സമയത്ത് ഇവയൊന്നും കഴുകൽ നിർബന്ധം ഇല്ല. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഫീസ് എവിടെ? ഫീസ് ഇവിടെ ഇല്ലേ? കേൾക്കുന്നില്ലേ? ഫീസ് വേൾഡ് കപ്പ് കാണാൻ പോയോ? വസുനനുഹു ഐൽ ഗുസ്ലി, കുളിയുടെ സുന്നത്തുകൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇതിൽ കുറച്ച് സുന്നത്തേ പറയുന്നുള്ളൂ. 22 സുന്നത്തുകൾ ഞാൻ വിട്ടിട്ടുണ്ട്. അതോടുകൂടെയാണ് നിങ്ങളുടെ കുളി. വസുനനുഹു, കുളിയുടെ സുന്നത്തുകൾ ഒരുപാടുണ്ട്. അത് കുറച്ച് അതിൽ അസ്സിവാക്ക്, ഒന്ന് മിസ്വാക്ക് ചെയ്യുക. മിസ്വാക്ക് ചെയ്യുക അത് സുന്നത്താണ്. 2 തസ്മിയത്തു, ബിസ്മി ചൊല്ലുക. 3 വൽ വുദൂഉ ഖബ്ലൽ ഗുസ്ലി, കുളിക്കുന്നതിന് മുമ്പ് വുദൂ ചെയ്യുക. പൂർണ്ണമായ വുദൂ ചെയ്യുക കുളിക്കുന്നതിന് മുമ്പ്. അതാണ് ഏറ്റവും നല്ലത്. ആദ്യം വുദൂ എടുക്കുക, എന്നിട്ട് കുളിക്കുക. അപ്പോൾ പിന്നെ വുദൂ മുറിക്കരുത്, അത് വേറെ സുന്നത്താട്ട. ആദ്യം കുളിക്കുന്നതിന് മുമ്പ് വുദൂ എടുത്തു, പിന്നെ വുദൂ എന്താ വരുത്? കുളി കഴിയുന്നവരെ തുടർത്തൽ സുന്നത്താണ്. വുദൂ മുറിയുന്ന കാര്യങ്ങൾ പിന്നെ അപ്പം ചെയ്യരുത്. അപ്പോൾ കുളിയുടെ സുന്നത്തിനെ ഞാൻ വീട്ടിൽ നിന്ന് ഈ വുദൂവിന് കരുതേണ്ടത്. കുളിയുടെ മുമ്പ് ഒരു വുദൂ സുന്നത്തുണ്ട്, അങ്ങനെ കരുതുക. ചെറിയ അശുദ്ധിയുള്ള ആളാണെങ്കിൽ ചെറിയ അശുദ്ധി വരുത്തുന്നു കരുതാം. പിന്നെ വതഅഹുദുൽ മആതുഫി, ചുളിഞ്ഞ സ്ഥലങ്ങൾ ശ്രദ്ധിച്ചു കഴുകുക. കക്ഷം, വയറിൻ്റെ ഭാഗങ്ങൾ, ചെവികൾ, അങ്ങനെയുള്ള ചുളിഞ്ഞ ഭാഗങ്ങൾ ശ്രദ്ധിച്ചു കഴുകുക, അത് സുന്നത്താണ്. വ തഖ്ലീലു ശഅരി, മുടി തിക്കകറ്റുക. മുടി ഇടർച്ചയൊക്കെ, തലമുടിയൊക്കെ എന്ത് ചെയ്യുക? ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് വെള്ളം അതിൻ്റെ അടിയിലേക്കൊക്കെ എത്തിക്കുക. വദ്ദൽക്കു, തേച്ചൊരച്ച് കുളിക്കുക. കുളിക്കുന്ന സമയത്ത് കൈയും ഒക്കെ ഒരതി, ശരീരത്തിൽ ഒരതി കുളിക്കുക. ചിലത് നിർബന്ധമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ തേച്ചൊരത്തിൽ കഴുകാൻ. വത്തസ്ലീസു, 3 ആക്കി കുളിക്കുക. എല്ലാ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ 3 പ്രാവശ്യം. വെള്ളമൊഴിക്കലും മിസ്വാക്ക് ചെയ്യലും ബിസ്മി ചൊല്ലലും ഈ സംഗതികളൊക്കെ 3 പ്രാവശ്യമായിട്ട് ചെയ്യുക, അതും സുന്നത്താണ്. ദിക്ർ വരെ, കുളിക്ക് ശേഷം ഒരു ദിക്റുണ്ട്, അത് നമ്മൾ ഇതിൽ പറഞ്ഞിട്ടില്ല സുന്നത്തായിട്ട്. വുദൂവിന് ശേഷം ഒരു ദിക്റില്ലേ, അല്ലാഹുമ്മ ജഅൽനി മിനത്ത് തവ്വാബീൻ, ആ ദിക്ർ ഇവിടെ എന്ത് ചെയ്യുക? കുളിക്ക് ശേഷം ചൊല്ലുക, അതും സുന്നത്താണ്. അതും 3 പ്രാവശ്യത്തിൽ സുന്നത്താണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ആരാ വന്നിപ്പോൾ? റാഷിദ. അപ്പം നമ്മൾ കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. അത് 5 എണ്ണമാണ്. പുരുഷൻ്റെ ലിംഗാഗ്രം ഫർജിൽ പ്രവേശിക്കുക, 2 മനിയ് പുറപ്പെടുക, 3 ഹൈല്, 4 നിഫാസ്, 5 പ്രസവം. പിന്നെ കുളിയുടെ ഫർദുകൾ 2 എണ്ണമാണ്. ഒന്ന് നിയ്യത്ത്,
അത് കുളിയുടെ ആദ്യ ഭാഗം കഴുകുന്ന സമയത്താണ് നിയ്യത്ത് വെക്കുന്നത്. ഫോൺ എവിടെ മതി പിന്നെ രണ്ടാമത്തത് ശരീരം മുഴുവൻ കഴുകുക. അത് രോമമാവാം, തിങ്ങിയതാവാം, നേരിയതാവാം, മുഴുവൻ തൊലിയും എന്ത് ചെയ്യുക, കഴുകുക. അത് രണ്ടാമത്തെ പറഞ്ഞു. ഇനി സുന്നത്തുകൾ കുറച്ച് പറഞ്ഞു. മിസ്വാക്ക് ചെയ്യുക, ബിസ്മി ചൊല്ലുക, വുളു എടുക്കുക കുളിയുടെ മുമ്പ്, അതുപോലെ ചുളിഞ്ഞ സ്ഥലങ്ങൾ ശ്രദ്ധിച്ച് കഴുകുക, മുടിയൊക്കെ തിക്കകറ്റി കഴുകുക, ഇടർച്ചയാക്കുക, ഇതിങ്ങനെ ആക്കുക, തേച്ചൊരച്ച് കുളിക്കുക, അതുപോലെ മൂന്നാക്കുക. ഇതൊക്കെ സുന്നത്താണ്. ക്ലിയർ അല്ലേ? ആ ആ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് മറ്റേ ചെല്ലുക. ഏത് ദിക്റ് കഴിഞ്ഞ് നമ്മൾ പുറത്ത് വന്നിട്ട് ബാത്റൂമിൽ നിന്ന് മനസ്സിൽ കൊണ്ടുവരിക. മനസ്സിൽ എന്ത് ചെയ്യുക, നമ്മൾ കൊണ്ടുവരിക. ബിസ്മി തന്നെ. പിന്നെ അത് ഇവിടുത്തെ ബിസ്മി ചൊല്ലുന്നത് എപ്പോഴാന്ന് വെച്ചാൽ, എൻ്റെ സുന്നത്ത് പറയുന്നത് നിയ്യത്ത് വെക്കുമ്പോഴാണ്. നിയ്യത്ത് കഴുകണതിൻ്റെ തുടക്കത്തിനാണല്ലോ. അപ്പോൾ ആ നിയ്യത്തിനോട് കൂടെ നമ്മൾ ബിസ്മി എന്ത് ചെയ്യുക, മനസ്സിൽ കൊണ്ടുവരിക. പിന്നെന്ന് പറഞ്ഞാൽ ഈ ബാത്റൂം എന്ന് പറഞ്ഞാൽ ഇത് മറ്റേതല്ലല്ലോ, ടോയ്ലറ്റ് അല്ലല്ലോ. ടോയ്ലറ്റിലാണ് എന്ത് നമ്മൾ ആ ഹലാഇൻ്റെ സമയത്ത് ആ സ്ഥലങ്ങളിലാണ് ബഹുമാനിക്കപ്പെടുന്ന ദിക്റുകളും ബഹുമാനിക്കപ്പെടുന്നതൊന്നും പറയാതെ ചൊല്ലാതിരിക്കേണ്ടത്. ഇവിടെ ഇതിന് പ്രത്യേകം തയ്യാറാക്കിയ ഒരു സ്ഥലമാണ്. അത് നമ്മൾ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞാൽ മതി. ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞാലും മതി. അതിൻ്റെ ഉള്ളിൽ നിന്ന് ദിക്ർ എന്തായാലും പറ്റൂല. അള്ളാഹുവിൻ്റെ മഹത്വപ്പെട്ട പേരോ അതൊന്നും പറയാനും പറ്റൂല. ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്ന്, ബാത്റൂമിൽ നിന്ന് ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പറ്റില്ല. അത് പുറത്തിറങ്ങിയിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഉള്ള ദിക്റൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ ചൊല്ലിയാലും മതി. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ കരുതാം. മനസ്സിൽ നല്ല ചിന്തകൾ വെക്കുന്നതിന് കുഴപ്പമില്ല. മനസ്സിലിങ്ങനെ ദിക്ർ ചൊല്ല. ബാത്റൂമിലാണെങ്കിലും മനസ്സിൽ നല്ല നല്ല ചിന്തകൾ കൊണ്ടുവരാം. അപ്പം അതിന് ലഫ്ള് വേണ്ട. ഓക്കെ, ഇനി ഇതിൻ്റെ സുന്നത്തുകൾ കുറച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ പുള്ളിയുടെ സുന്നത്തുണ്ട്. ഇതിൽ 22 സുന്നത്തുകൾ പറയുന്നുണ്ട് കേട്ടോ. സ്ഖലനം ഉണ്ടായവൻ കുളിക്കുന്നതിന് മുമ്പായി മൂത്രമൊഴിക്കുക. മനിയെ പുറപ്പെട്ട ആൾ കുളിക്കുന്നതിന് മുമ്പ് മൂത്രമൊഴിക്കുക. പിന്നെ എന്തെങ്കിലും പുറത്തേക്ക് വരാനുണ്ടെങ്കിൽ കുറച്ചുകൂടി വരവില്ല. 2, കുളിക്കുമ്പോൾ ഖിബിലക്ക് മുന്നിടുക. തുടക്കത്തിൽ നെയ്യത്തിനോട് ചേർത്ത് ബിസ്മി ചൊല്ലുക. നമ്മളതിൽ പറഞ്ഞു. കുളി കഴിയുന്നത് വരെ നെയ്യത്തിനെ മനസ്സിൽ നിലനിർത്തുക. ഇത് കഴിയുന്നത് വരെ. ശുക്ലം പോലെയുള്ള അഴുക്കുകളെ നീക്കം ചെയ്യുക. നരസും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യുക, അഴുക്കൊക്കെ നീക്കം ചെയ്യുക. മിസ്വാക്ക് ചെയ്യുക. വായ കൊപ്പിളിക്കുക. മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുക. പൂർണ്ണ രൂപത്തിൽ വുളു ചെയ്യുക. അത് കുളിയുടെ തുടക്കത്തിലാവലാകുന്നു ഏറ്റവും ഉത്തമം. അടുത്ത സുന്നത്ത് നോക്കുക. കുളിയുടെ അവസാനം വരെ ആ വുളുഇനെ നിലനിർത്തുക. ചെവി, കക്ഷം, പൊക്കിൾ പോലെയുള്ള
ശരീരത്തിലെ മടക്കുകളെ പ്രത്യേകം ശ്രദ്ധിച്ചു കഴുകുക. മുടിയുടെ വേരുകളെ ശ്രദ്ധിക്കുന്നതോടൊപ്പം മുടി വിരലുകൾ കൊണ്ട് കോതി നനയ്ക്കുക. ഇങ്ങനെ ഇങ്ങനെ ആക്കുക, വെള്ളം എടുത്തിട്ടേ അങ്ങനെ ഇവിടെ അടിയിലൊക്കെ നനയ്ക്കുക. വലിയ മുടിയുള്ളവരാണ്. ആദ്യം തലയിലും പിന്നീട് വലതുഭാഗത്തും അതിനുശേഷം ഇടതുഭാഗത്തും വെള്ളമൊഴിക്കുക. ഇതിൻ്റെ ഒരു ഓർഡറാട്ടോ ഈ പറയുന്നത്. ഇതാദ്യം അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് ഒന്നാമത് പറഞ്ഞാൽ ഒന്നാമത് തന്നെ ചെയ്യാം. 2, 3, 4, 5 അങ്ങനെയൊക്കെ അതുപോലെ ചെയ്യാം. പിന്നെ ആദ്യം തലയിലും പിന്നീട് വലതുഭാഗത്തും അതിനുശേഷം ഇടതുഭാഗത്തും വെള്ളമൊഴിക്കുക. 12 ഓരോ തവണ വെള്ളമൊഴിക്കുമ്പോഴും ശരീരം തടവുക. അത് നമ്മൾ വരതുകാറുണ്ട്. ശരീരം തടവുക, തേച്ചൊരച്ച് കഴിയും. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കയ്യിൽ എന്തെങ്കിലും തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചുറ്റിയിട്ട് മുറിയുന്ന ഭാഗങ്ങളിലൊക്കെ അവിടെ അങ്ങനെ ചെയ്യാം. അപ്പം ശരിയല്ലേ? പിന്നെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ആ ഭാഗങ്ങളിലുള്ള അഴുക്കുകളൊക്കെ ആദ്യം നീക്കും. പുളിക്കൻ്റെ രൂപത്തിൽ ഞാൻ അവസാനം അത് പറയും. പുളിക്കൻ്റെ രൂപമുണ്ട്, അഴുക്കുകളൊക്കെ കളഞ്ഞു. അപ്പോൾ നമ്മളെ ഗുഹ്യഭാഗത്തും അവിടെ ഇവിടെയൊക്കെ ഉള്ള അഴുക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ആദ്യം നീക്കുമല്ലോ. പിന്നെ ആ ഭാഗത്തേക്ക് നമ്മൾ ടച്ച് ചെയ്യേണ്ട കാര്യമില്ല. അത് ഉള്ളുറുക്കുന്നതിന് മുമ്പേ ചെയ്യും നമ്മൾ. ബഷീർക്ക, മുമ്പായാലും നിയ്യത്തിനിപ്പോൾ കുളിയുടെ നിയ്യത്തിന് ബാധിക്കുമല്ലോ. കുളിയുടെ നിയ്യത്തിന് കുളിക്ക് കുഴപ്പമൊന്നും വരില്ലല്ലോ. നമ്മളിപ്പോൾ ഇതൊക്കെ തുടരെ ചെയ്യണേ. ആദ്യം ഒരു ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിച്ച് വന്നിട്ടല്ല അടുത്ത ചെയ്യണം. അപ്പൊ തന്നെയാണ് തുടരെ ചെയ്യണം. അല്ലല്ല, വുളൂഇന്റെ മുമ്പ് അതാ ഞാൻ പറഞ്ഞേ. വുളൂഇന്റെയും മുമ്പ് നമ്മുടെ ആ രഹസ്യഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യും? കഴുകി വൃത്തിയാക്കും. പിന്നെ വുളൂ എടുക്കുക. പിന്നെ നമ്മൾ നിങ്ങളിപ്പോൾ ഈ തടവുക എന്ന് പറഞ്ഞല്ലോ, തേച്ചൊരയുക. ആ സമയത്ത് ആ ഭാഗങ്ങളിലേക്ക് നമ്മൾ എന്താവേണ്ടതില്ല, പോവേണ്ടതില്ല. ഓക്കെ, യെസ്. ഇങ്ങനെ തന്നെയാണ് മയ്യത്തും കുളിപ്പിക്കേണ്ടത് കേട്ടോ. മയ്യത്ത് കുളിപ്പിച്ചിക്കണോ? ബഷീർ കുളിപ്പിച്ചു. വേറെ ഏതാ? ഹഫീസ് കുളിപ്പിച്ചിക്കണോ? മയ്യത്തിനെ കുളിപ്പിച്ചിക്കണോ? സുബേർ കുളിപ്പിച്ചിക്കണോ? അപ്പോൾ ഇത് അപ്പോഴും നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം, ഈ സംഗതികളൊക്കെ. ആരാ? റാഷിദ് മയ്യത്ത് കുളിപ്പിച്ചിക്കണോ? അത് നമ്മൾ ഇതിൽ പഠിക്കും. അതിന് പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല. ഇതന്നെ എങ്ങനെ തന്നെ ചെയ്യണ്ടേ. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതേ ക്രമമനുസരിച്ച് ചെയ്യുക. മുവാലാത്ത് തുടർച്ചയായി ചെയ്യുക. പെട്ടെന്ന് തുടർച്ചയായിട്ട് ഒരവയവം ഉണങ്ങുന്നതിന് മുമ്പ് അടുത്തത് കഴുകണം എന്നാണ്. അതാ തുടർച്ചയുടെ മീനിങ്. ഇനി അടുത്ത് നോക്കുക, നിങ്ങൾ യാതൊരു കാരണവുമില്ലാതെ സംസാരിക്കൽ, മറ്റൊരാളുടെ സഹായം തേടൽ, വെള്ളം കുടഞ്ഞുകളയൽ, ശരീരം തോർത്തൽ എന്നിവ ഒഴിവാക്കുക. ഏതൊക്കെ? സംസാരം ഒഴിവാക്കുക, വെറുതെ ഒരാളെ സഹായം തേടുക. ഒറ്റക്ക് കുളിക്കാനൊക്കെ കഴിയും. ആ വെള്ളം കൊണ്ടുവന്ന എൻ്റെ മുതൊന്ന് തേച്ചാൽ ആ വെള്ളം എടുത്താൽ അങ്ങനെയൊക്കെ പറഞ്ഞ് വെറുതെ ഒരാവശ്യമില്ല. ചില
പ്രത്യേക സാഹചര്യങ്ങളിൽ വേണ്ടി വരും, അപ്പോൾ കുഴപ്പമില്ല. പിന്നെ വെള്ളം കുടഞ്ഞു കളയുക, വെള്ളം തന്നെ ഉണങ്ങിക്കോളും. ശരീരം തോർത്തൽ എന്നിവ ഒഴിവാക്കുക സുന്നത്താണ്. കുളിച്ചിട്ട് നിങ്ങൾ തോർത്തി കഴിഞ്ഞാൽ പിന്നെ അതാണ്ട് പോയില്ല, അതിൻ്റെ ഉന്മേഷാണ്ട് പോകും. അപ്പോൾ ശരീരം കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, തന്നെ അത് ഇങ്ങനെ ഉണങ്ങി വരും. കുളിക്കുന്ന വെള്ളം ഒരു സ്വാ എന്ന അളവിൽ കുറയാതിരിക്കുക. 4 കപ്പ് വെള്ളം, 4 കപ്പ് വെള്ളം കൊണ്ട് അതിനേക്കാളും ചുരുങ്ങരുത് കുളിയെ. ഒരു 600 മില്ലി ലിറ്ററിൻ്റെ ഒരു കപ്പ്, 600 മില്ലി ലിറ്റർ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കപ്പ് വെള്ളം, അങ്ങനത്തെ 4 എണ്ണം എത്രയായി? 4 6 24, 2 400, 2 ലിറ്ററും 400 മില്ലി ലിറ്ററും, ഏകദേശം 2.5 ലിറ്റർ വെള്ളം. അതിനേക്കാൾ കുറയരുത് കുളിക്കാൻ എടുക്കുന്നത്. ഉളു എടുക്കുമ്പോൾ തന്നെ ഒരു മുദ്ദ് കൊണ്ട് ഉളു എടുക്കാൻ, അത് ഒരു സായിൻ്റെ 4-1, അതാണ് ഒരു മുദ്ദ്, 600 മില്ലി ലിറ്റർ. നിങ്ങൾ ഈ 4 കപ്പ് വെള്ളം കൊണ്ട് എങ്ങനെ കുളിക്കുക? നമുക്ക് 4 ബക്കറ്റ് വെള്ളം കൊണ്ട് തികയുന്നില്ല. ആദ്യം ഒരു കപ്പ് വെള്ളം എടുക്കുക. തണുപ്പ് കാലത്തോ? തണുപ്പല്ല, വേനൽക്കാലത്തും അങ്ങനെ തന്നെ. ആദ്യം ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് ശരീരം മുഴുവൻ നനയ്ക്കുക. ശരീരം മുഴുവൻ എന്ത് ചെയ്യുക? ആദ്യം വെള്ളം കൊണ്ട് നനയ്ക്കുക. പിറ്റത്തൊരു കപ്പ് വെള്ളം കൊണ്ട് ശരീരം മുഴുവൻ നനക്കൂലേ? നനച്ചു കഴിഞ്ഞാൽ പിന്നെ 3 കപ്പ് വെള്ളം ബാക്കിയായി. ആ ഒരു കപ്പ് വെള്ളം കൊണ്ട് ശരീരത്തിൻ്റെ തലഭാഗത്ത് കൂടെ ഒഴിക്കുക. ഇനി 2 കപ്പ് വെള്ളം, പിന്നെ വലത് ഭാഗത്ത് കൂടെ ഒഴിക്കുക, പിന്നെ അടുത്ത ഭാഗത്ത് കൂടെ. യെസ്, കുളി കലാസ്. പോരെ? എത്ര പോരെ വെള്ളം ശരീരം മുഴുവൻ നനക്കാനേ, ശരീരം മുഴുവൻ നനക്കാൻ ഒരു കപ്പ് വെള്ളം ധാരാളം. വെള്ളം സോപ്പ് ഉപയോഗിക്കലൊക്കെ വേണമെങ്കിൽ മതി, നിർബന്ധമൊന്നുമില്ലല്ലോ. നമ്മളിപ്പോൾ നിർബന്ധ കുളി വീടാനാ പറയും. നിർബന്ധമായ കുളി വീടണമെങ്കിൽ ഇത് മതി. 2 ഫർളുള്ളൂ. ഒന്ന് നിയ്യത്ത്, മറ്റൊന്ന് ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കുക. തടവുകയല്ല, ഒലിപ്പിക്കുക. അത് ഈ പറഞ്ഞ രൂപത്തിൽ കുളിച്ചാൽ മതിയാവും. പിന്നെ വലിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ ആ മ്ലേച്ഛമായ അഴുക്കുകൾ സോപ്പും ചകിരിയൊക്കെ തേച്ച് ഷാമ്പു ഒക്കെ തേച്ച് അങ്ങനെയൊക്കെ വിശാലമായിട്ട് കുളിക്കണമെങ്കിൽ ഇത് പോരാ. എന്നാലും മാക്സിമം നമ്മൾ വെള്ളം എന്ത് ചെയ്യണം? ചുരുക്കി ഉപയോഗിക്കണം. വെള്ളം നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ലല്ലോ. സംഭവം നമ്മുടെ വീട്ടിലെ കിണറായിരിക്കും, നമ്മുടെ മോട്ടറായിരിക്കും, നമ്മുടെ ടാങ്കായിരിക്കും. പക്ഷേ അത് അപ്പുറത്തെ വീട്ടുകാർക്കും അവകാശമുണ്ട്. അത് തടഞ്ഞു വെക്കാൻ പാടില്ല. വെള്ളം, തീ, ഉപ്പ്, അങ്ങനെ തുടങ്ങിയ പല എസെൻഷ്യൽ ചെറിയ ചെറിയ വസ്തുക്കൾ, ഈ സൂചി, നൂല്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരെയും പരിഗണിക്കണം. നിസ്സാരമായ വസ്തുക്കൾ തള്ളാൻ പാടില്ല. ഉപ്പ് കടം ചോദിച്ചു വന്നാൽ അതില്ല, എൻ്റെ അടുത്തില്ല, അപ്പോൾ ഓടുന്നു. വെള്ളം എടുക്കാൻ വരുമ്പോൾ ആ വെള്ളം ഞങ്ങൾക്ക് തന്നെ അല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. വെള്ളം പരമാവധി കുറച്ച് ഉപയോഗിക്കുക. നമുക്കിപ്പോൾ ഈ ഭാഗത്ത് വെള്ളം സുലഭമാണ്. വെള്ളമില്ലാത്ത നാടുകളിലാകുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ. ഓക്കെ അല്ലേ റാഷിദേ? നിർബന്ധ കുളിക്ക് മുൻപായി ശരീരത്തിൽ നിന്ന് മുടി, നഖം, രക്തം തുടങ്ങിയവ നീക്കം ചെയ്യാതിരിക്കൽ നിർബന്ധ കുളിയാണ്. അപ്പോൾ പിന്നെ ശരീരത്തിൽ നിന്ന് മുടി, നഖം, രക്തമൊന്നും നീക്കം ചെയ്യാതിരിക്കുക. കുളി കഴിഞ്ഞിട്ട് നീക്കുക. ആ സമയത്ത് ആ ഭാഗങ്ങളും അവയവങ്ങളൊക്കെ അശുദ്ധമാണല്ലോ. ആ അശുദ്ധമായ അവസ്ഥ നീങ്ങണമെങ്കിൽ അതിനെ കൂടി എന്ത് ചെയ്യണം? കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട്.
18. വുളൂഇൽ നിന്നോ വായ കൊപ്പിളിക്കലിൽ നിന്നോ മൂക്കിൽ വെള്ളം കയറ്റലിൽ നിന്നോ വിട്ടുപോയ കാര്യങ്ങൾ ഓർമ്മ വന്നാൽ വീണ്ടെടുക്കുക. അപ്പോൾ എന്തോന്ന് മറന്നു എന്ന് വെക്കുക, വായ കൊപ്പിളിക്കാൻ മറന്നു പോയി, അതിടക്ക് ചെയ്യുക, ഓർമ്മ വന്നാൽ പിന്നെ ചെയ്യുക, സുന്നത്താണ്. ഒറ്റക്കായിരിക്കുമ്പോൾ പോലും ഔറത്ത് മറക്കുക, കാരണം നാണിക്കാൻ ഏറ്റവും അർഹൻ അള്ളാഹുവാണ്. അള്ളാഹു ഉണ്ടല്ലോ, ചിലപ്പോൾ വാതിലൊക്കെ കുറ്റിട്ടിട്ടായിരിക്കും, ആരും ഉണ്ടാവില്ല, പക്ഷെ അള്ളാഹു കാണുന്നുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ നാണം വേണ്ടത് അള്ളാഹുവിനോടാണ്. അള്ളാഹ് കാണുന്നുണ്ടോ എന്ന ഏറ്റവും വിചാരിക്കുന്നത്, ജനങ്ങൾ കാണുന്നതിനെ കുറിച്ചല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് ഒറ്റക്കാണെങ്കിലും ഔറത്ത് മറക്കുക. മറ്റുള്ളവരുണ്ടാകുമ്പോൾ പിന്നെ എന്തായാലും മറക്കണം, നിർബന്ധം, വേറെ വിഷയം. കുളിക്ക് ശേഷമുള്ള ദിക്റും ദുആവും ചെയ്യൽ. വുളൂവിന് ശേഷം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ബിസ്മി, മുടികോതി നനക്കൽ, ശരീരം തടവൽ, കഴുകൽ, ദിക്ർ, ദുആ എന്നിവയെല്ലാം 3 തവണ വീതം ചെയ്യൽ. അതിൽ പറഞ്ഞു, രക്തസ്രാവം, ആർത്തവം അല്ലെങ്കിൽ പ്രസവരക്തം, ഹൈദോ നിഫാസോ ഉള്ള പെണ്ണ് നിലച്ചതിന് ശേഷം സ്ത്രീ തൻ്റെ രഹസ്യഭാഗത്ത് അത് നിന്നിട്ട് കുളിച്ചു, ഹൈദ് നിന്നു കുളിച്ചു, നിഫാസ് നിന്നു കുളിച്ചു, എന്നിട്ട് സ്ത്രീ തൻ്റെ രഹസ്യ ഭാഗത്ത് കസ്തൂരി പോലെയുള്ള സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുക, സുന്നത്താണ്. ഒരു കോട്ടൺ, ഒരു പഞ്ഞിയിൽ കുറച്ച് കസ്തൂരി പോലുള്ള അത്രയൊക്കെ ആക്കിയിട്ട് ആ രഹസ്യ ഭാഗത്ത് വെക്കൽ സുന്നത്താണ്. സ്ത്രീകൾ ഈ ഹൈദും നിഫാസൊക്കെ പ്രത്യേകമായ കട്ടിയുള്ള രക്തമാണ്. അത് ഒരു സ്മെല്ലും ഉണ്ടാവും. ജനങ്ങൾക്ക് എന്നല്ല, ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത, ഭർത്താവിനാണെങ്കിലും ഇഷ്ടമില്ലാത്തൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ അത് നിന്ന് കഴിഞ്ഞാൽ കുളിച്ച് വൃത്തിയായിട്ട് ആ ഭാഗത്ത്, ആ പുറപ്പെടുന്ന ഭാഗത്ത് കോട്ടൺ പോലത്തതിൽ അത്തർ തേച്ച് അവിടെ ആ ഭാഗത്ത് വെക്കുക. ഒരു സ്മെല്ല് എന്ത് ചെയ്യാം, മോശം സ്മെല്ല് ഉണ്ടാവില്ല, ആ സമയത്ത് ഉണ്ടാവില്ല, നിന്നാൽ പിന്നെ എന്നാലും ഒരു 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 ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ട് അത് ചെയ്യൽ സുന്നത്താണ്. ഓക്കെ അല്ലേ? ഇനി ഇത് പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, അതിൽ വിട്ടുപോയതാണ്, അത് നിങ്ങൾ പറഞ്ഞുതരാം, നിങ്ങൾ എഴുതി വെച്ചാൽ. സുന്നത്തായ കുളികൾ. എപ്പോഴൊക്കെയാണ് കുളിക്കൽ സുന്നത്തുള്ളത്? ഓർമ്മ ഉണ്ടാവും കുറേ കേൾക്കുമ്പോൾ. 1, വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി കുളിക്കൽ സുന്നത്താണ്. 2, പെരുന്നാളിന് വേണ്ടി കുളിക്കൽ സുന്നത്താണ്. 2, ഗ്രഹണം, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം നടക്കുന്ന ദിവസങ്ങളിൽ ആ ഗ്രഹണ നിസ്കാരവുമായി ബന്ധപ്പെട്ട് കുളിക്കൽ സുന്നത്താണ്. മഴയെ തേടുന്ന നിസ്കാരത്തിന് മുമ്പ് കുളിക്കൽ സുന്നത്താണ്. മഴ വെള്ളമില്ലാത്ത സമയത്താണ്, എന്നാലും കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ശരീരമാവുന്ന രൂപത്തിൽ കുളിക്കൽ സുന്നത്താണ്. അതുപോലെ വലിയ എഴുത്തിക്കാഫ് ഇരിക്കുന്നതിന് വേണ്ടി കുളിക്കൽ സുന്നത്താണ്. വൽ അദാൻ, ബാങ്ക് കൊടുക്കുന്നതിന് വേണ്ടി കുളിക്കൽ സുന്നത്താണ്. മക്കയിലും മദീനയിലും ഹറമിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് കുളിക്കൽ സുന്നത്താണ്. അതിന് പ്രവേശിക്കാൻ വേണ്ടി അതിന് മുമ്പ് കുളിക്കുക. പള്ളിയിൽ പ്രവേശിക്കാൻ വേണ്ടി കുളിക്കൽ സുന്നത്താണ്. നല്ല സഭകളിൽ പങ്കെടുക്കുന്നതിനും, ഒരു കല്യാണത്തിന് പോവുക, ബർക്കത്തുള്ള സ്ഥലം ഒക്കെ കുളിക്കുക, അല്ലെങ്കിൽ ദിക്റിൻ്റെ ഒരു മജ്‌ലിസിലേക്ക് പോവാൻ കുളിക്കൽ സുന്നത്താണ്. റമളാനിൽ എല്ലാ രാത്രിയും കുളിക്കൽ സുന്നത്താണ്. ഒരു കാഫിർ മുസ്ലിമായി അപ്പോൾ കുളിക്കൽ സുന്നത്താണ്. ഭ്രാന്തൻ്റെ ബോധം തെളിഞ്ഞു അപ്പോൾ കുളിക്കൽ സുന്നത്താണ്.
ഒരു കുട്ടിക്ക് പ്രായപൂർത്തിയായി, കുളിക്കൽ സുന്നത്താണ്. മയ്യത്തിനെ കുളിപ്പിച്ചു, അപ്പോഴും കുളിക്കൽ സുന്നത്താണ്. മയ്യത്തിനെ കുളിപ്പിച്ചു. അതുപോലെ ഗുഹ്യഭാഗത്തെ രോമം നീക്കം ചെയ്തു, അപ്പോഴും കുളിക്കൽ സുന്നത്താണ്. കക്ഷരോമം നീക്കം ചെയ്തു, കുളിക്കൽ സുന്നത്താണ്. മീശ വെട്ടി, കുളിക്കൽ സുന്നത്താണ്. ഈ കൊമ്പ് വെക്കുന്ന ചികിത്സ ചെയ്തു, അല്ലെങ്കിൽ രക്തമെടുക്കുന്ന ചികിത്സ ചെയ്തു, കുളിക്കൽ സുന്നത്താണ്. ശരീരത്തിന് ഒരു ബാഡ് സ്മെല്ലുണ്ട്, കുളിക്കൽ സുന്നത്താണ്. കുളിക്കൽ സുന്നത്താണ് ട്ടാ. കുളികളുമായി ബന്ധപ്പെട്ട കറാഹത്തുകളുണ്ട്. അത് വുദൂവിൻ്റെ കറാഹത്തുകളൊക്കെ ഇതിലും വരും. വുദൂവിന് നമ്മൾ കുറച്ച് കറാഹത്തുകൾ പറഞ്ഞിരുന്നു, അതൊക്കെ ഇവിടെ വരും. ഈ തേച്ചൊരച്ച് കഴുകാതിരിക്കുക, 3 എണ്ണത്തിൽ ചുരുക്കുക, അതൊക്കെ ഇവിടെ വരും. പിന്നെ വുദു എടുക്കാതിരിക്കൽ കറാഹത്താണ്. കുളിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യണം? വുദു എടുക്കണം. വുദു ഉപേക്ഷിക്കൽ കറാഹത്താണ്. നേരത്തെ നമ്മൾ ഒരു സ്ത്രീയുടെ കാര്യം പറഞ്ഞില്ലേ, ആ സ്ത്രീ ആ ഭാഗത്ത് അത്തർ പോലത്തത് വെക്കാതിരിക്കൽ കറാഹത്താണ്. ഒരാൾ കുളിക്കണില്ല എന്നില്ല, വലിയ ശുദ്ധി ഉണ്ടായവരെ, ജനാപത്തുണ്ടായി, അല്ലെങ്കിൽ ഹൈല് നിന്നു, നിഫാസ് നിന്നു, അപ്പൊ സുന്നത്താണ് എന്ത്? ഫർജ്, ആ ഭാഗം, ഗുഹ്യഭാഗം കഴുകൽ സുന്നത്താണ്. ഉറങ്ങാൻ വേണ്ടി വുദു എടുക്കലും സുന്നത്താണ്. ഗുഹ്യഭാഗം കഴുകിയിട്ട് എന്ത് ചെയ്യുക? വുദു എടുക്കുക, എന്നിട്ട് ഉറങ്ങും. എന്ന് ഉറങ്ങത്തിന് മാത്രമല്ല, ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ദിക്ർ ചൊല്ലാനും. അതുപോലെ തന്നെ ജിമായ് ചെയ്യുകയാണെങ്കിലും വീണ്ടും എന്ത് ചെയ്യാണ്? ജിമായ് ചെയ്യുകയാണെങ്കിലും എന്ത് ചെയ്യുക? വുദു എടുക്കൽ സുന്നത്താണ്. അതുകൊണ്ട് ആ വുദുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വലിയ ശുദ്ധി അവിടെ ഓൾറെഡി ഉണ്ടല്ലോ. എന്നാലും ഒരു അശുദ്ധി ഒരു ചുരുക്കുന്നു എന്നുള്ളൊരു ഇതുണ്ടല്ലോ അവിടെ. ഇനി ഒരാൾ ഫർജ് കഴുകുന്നതിന് മുമ്പ്, ഗുഹ്യസ്ഥാനം കഴുകുന്നതിന് മുമ്പ് ഉറങ്ങൽ കറാഹത്താണ്. അതുപോലെ ഭക്ഷണം കഴിക്കൽ കറാഹത്താണ്, വെള്ളം കുടിക്കൽ കറാഹത്താണ്, മറ്റ് ദിക്റുകൾ ചൊല്ലൽ കറാഹത്താണ്. സുന്നത്തിന്റെ ഓപ്പോസിറ്റ് കറാഹത്താണ്. ഇതൊക്കെ സുന്നത്താണ് ഈ പറയുന്നത്, ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചിലര് സുന്നത്ത് എന്ന് പറയുമ്പോൾ അത് സുന്നത്തല്ലേ ഉള്ളൂ, അത് ചെയ്യണ്ട, അങ്ങനെയല്ല. സുന്നത്തല്ലേ, ചെയ്യണ്ടേ, അങ്ങനെ നമ്മൾ പറയണ്ടേ. ഈ സുന്നത്തുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം എടുക്കുക. ഇങ്ങനെയൊക്കെ ഒരു കുളിയൊക്കെ കുളിച്ചാൽ പിന്നെ ആളെന്തായി? ഉഷാറായി. പല്ല് വെച്ച് പറഞ്ഞോളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉദു എടുത്ത്, നേരത്തെ പറഞ്ഞ പോലെ ഉദുവിൻ്റെ സുന്നത്ത്, ഉദുവിൻ്റെ സുന്നത്തുകൾ പറഞ്ഞോ? നാളെ വിളിക്കാം, 10:30 അല്ലെങ്കിൽ കുറച്ചേരം മുമ്പ് വിളിക്കുന്നു. ഉദുവിൻ്റെ സുന്നത്തുകൾ നമ്മൾ പറഞ്ഞോ? പറഞ്ഞു അല്ലേ? ആ പൂർണ്ണ രൂപത്തിൽ നമ്മൾ ഉദു എടുക്കുകയാണെങ്കിൽ എന്തെല്ലാം ഗുണങ്ങളാണ് ആലോചിച്ച് നോക്കി. അപ്പം അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഉദു എടുക്കുമ്പോഴും കുളിക്കുമ്പോഴൊക്കെ നമ്മൾ ഈ പഠിച്ച സുന്നത്തുകൾ നമുക്ക് പകർത്തുക. അപ്പോൾ മാക്സിമം നമുക്ക് കുറേ കൂലികൾ സമ്പാദിക്കാൻ പറ്റും. അതിനപ്പോൾ നമ്മളിത് പഠിക്കുന്നു. ഇത്തരം കേസുകൾ, സുന്നത്തുകൾ അത് നമ്മൾ ചെയ്യുക. നല്ല കുളിയൊക്കെ കുളിയാകുക. വയസ്സുകൊണ്ട് പ്രായപൂർത്തിയായ, വയസ്സുകൊണ്ട് ഇപ്പോൾ മനീ പുറപ്പെട്ട് 15 വയസ്സ് മനീ പുറപ്പെടലാണ് പുരുഷന് പ്രായപൂർത്തിയാകുക എന്ന് പറഞ്ഞാൽ. മനീ പുറപ്പെട്ടാൽ നിർബന്ധമായി, കുളി നിർബന്ധമായി. മറ്റേത് വയസ്സുകൊണ്ട് എന്ത് ചെയ്തു? മനീ പുറപ്പെട്ടില്ല. അപ്പോൾ പിന്നെ വയസ്സുകൊണ്ട് പ്രായമായല്ലോ, അപ്പോൾ കുളിക്കൽ സുന്നത്താണ്. കുളി നിർബന്ധമാകുന്ന കാര്യങ്ങളിൽ നമ്മൾ വയസ്സുകൊണ്ട് പ്രായപൂർത്തിയാകുക എന്നുള്ളത് എണ്ണിയിട്ടില്ലല്ലോ. നമ്മളെ കുറച്ച് വെള്ളമൊക്കെ, അപ്പം അതുകൊണ്ട് അത് സുന്നത്ത് കേട്ടോ. അവിടെ അങ്ങനെ മനസ്സിലാക്കണേ. പ്രായപൂർത്തിയായെന്ന് പറഞ്ഞാൽ
അങ്ങനെ മനസ്സിലാക്കരുത്. ഏത് വലിയ പുറപ്പെട്ട എന്തായാലും കുളിക്കൽ നിർബന്ധമാവുമല്ലോ, സുന്നത്തല്ല. ബഷീർക്കാ ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ? സ്ത്രീകൾക്കിപ്പോ എന്താ പറയാ, 9 വയസ്സിൽ തന്നെ ഏകദേശം ആവും. പിന്നെന്ന് പറഞ്ഞാല് ഇതിന്റെ ഏറ്റവും ചുരുങ്ങിയ പ്രായം 9 അതിലുണ്ടാകാൻ ഏറ്റവും ചുരുങ്ങിയ പ്രായം. ഏതിന്? കുളിക്കാൻ. തക്ലീഫ് ഉണ്ടാവുമല്ലോ. മനീ പുറപ്പെടണം എന്നില്ലല്ലോ. വയസ്സുകൊണ്ട് പ്രായപൂർത്തിയായാലും ഓന് തക്ലീഫ് ഉണ്ടല്ലോ. വയസ്സുകൊണ്ട് പ്രായപൂർത്തിയായാലും എന്തുണ്ട്? തക്ലീഫ് ഉണ്ട്. അങ്ങനെ ഒരാൾക്ക് മനീ പുറപ്പെടില്ലെങ്കിൽ പിന്നെ നിസ്കരിക്കണ്ടാവും. പ്രായം കൊണ്ട് നേരത്തെ ആവുമ്പോ ഈ മനീ പുറപ്പെട്ടോമ്പളേ ആവുള്ളൂ. നേരത്തെ ഇപ്പൊ ഈ ഹൈലൊക്കെ ഒരു 9 വയസ്സ്, 15 വയസ്സ് എന്ന് പറഞ്ഞാൽ അത് ചാന്ദ്രവർഷപ്രകാരമാണ്. ചിലപ്പോൾ അങ്ങോട്ടും ഇവിടുന്നൊക്കെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചിലപ്പോൾ അങ്ങോട്ടും കൊണ്ടൊക്കെ. അപ്പോൾ ഹൈദ് അങ്ങനെ ഉണ്ടാവും. ഹൈദ് 9 വയസ്സ് പൂർത്തിയാകുന്നതിൻ്റെ മുമ്പ് ഒരു 10-14 ദിവസത്തിനുള്ളിൽ ഉണ്ടായാലും ഹൈദായിട്ട് പരിഗണിക്കണം എന്നാണ്. ആ രക്തം കണ്ടാൽ തന്നെ ഹൈദായിട്ട് പരിഗണിക്കണം. അതിൻ്റെ ഇപ്പുറത്തേക്ക് ഒരു മാസം മുമ്പൊക്കെ കണ്ടു, എന്നത് ഹൈലല്ല, അത് ഇസ്തിഹാത്ത രോഗരക്തമാണ്. നമ്മൾ ചർച്ച ചെയ്യുമത്. രോഗരക്തമാകുമ്പോൾ പിന്നെ അത് ചികിത്സിക്കണം. ഹൈൽ രക്തമാകുമ്പോൾ പിന്നെ ചികിത്സിക്കണ്ട, അത് പ്രകൃതിപരമായ രക്തമാണ്, പിന്നെ ഡോക്ടറെ കാണിക്കൊന്നും വേണ്ട. മറ്റേത് രോഗരക്തത്തിന് എന്ത് ചെയ്യണം? അത് ബ്ലീഡിങ്ങാണ്, അത് നമ്മൾ ചികിത്സിക്കണം. അപ്പോൾ നിസ്കാരം കാര്യങ്ങളൊക്കെ നിർബന്ധമാവും, നോമ്പൊക്കെ നിർബന്ധമാണ്. ഹൈലിന് നോമ്പും ഇതൊന്നും നിർബന്ധമല്ല. കറക്റ്റ് 15 എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അറുത്ത് മുറിച്ച പോലെ 15 എന്നും അല്ലെങ്കിൽ 9 എന്നൊന്നും പറയാൻ കഴിയില്ല. ചിലപ്പോൾ കുറച്ച് അങ്ങോട്ടും കൊണ്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഏറെക്കുറെ എല്ലാവരുടെയും ഇതനുസരിച്ചല്ലേ. ഇപ്പം ചോറ് വെന്തോന്ന് നമ്മൾ നോക്കലെങ്ങനെ? ഓരോ അരിമണിയും ചെക്ക് ചെയ്യുമോ? ഇല്ലല്ലോ. എന്ത് ചെയ്യും? കുറച്ച് നോക്കിയിട്ട് വിധിക്കുക. അതുപോലെ തന്നെ ഷാഫി ഇമാം എന്ത് ചെയ്തു? കുറച്ച് പെണ്ണുങ്ങളെ ഇതൊക്കെ എടുത്ത് പഠിച്ചു നോക്കി, വിഷയങ്ങളൊക്കെ പഠിച്ചപ്പോൾ ഒരു പൊതുവെ ഒരു ഇത് പറഞ്ഞു, ഇനി ഇസ്തിഖ്റ എന്നാണ് അതിന് പറയാം. അപ്പോൾ അതിൽ എക്സെപ്ഷൻ കേസുകളൊക്കെ ഉണ്ടാവും. ഓക്കെ അല്ലേ? അൽഹംദുലില്ലാഹ്. ഇത് നോക്കണേ. നിങ്ങൾക്ക് പ്രിൻ്റൊക്കെ എടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാൻ വേണമെങ്കിൽ മാക്സ് അല്ലെങ്കിൽ എഴുതിയെടുക്കുക. ഫോണിലുണ്ട്, ഡ്രൈവിലുണ്ട് എന്ന് നോക്കി അതിന്മ ചെയ്യരുത്. നമ്മളെടുത്ത് വേണം. നമ്മളെടുത്ത് വേണമെന്ന് പറഞ്ഞാൽ എഴുതി വെച്ചാലും നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ വരണം. ഓർമ്മയുള്ള സമയത്ത് ഇത് വരണം. ഇപ്പം എന്ത് ചെയ്യണം? നമ്മളൊന്നും എഴുതണം, അല്ലെങ്കിൽ നമ്മൾ നല്ലപോലെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കണം. അപ്പോൾ നല്ല രൂപത്തിൽ മനസ്സിലായി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? വളർത്താൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എവിടെ ബഷീർക്ക പോയാ? الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
واغفر لنا وارحمنا ولوالدينا ولأساتذتنا ولجميع المؤمنين وارحمنا وإياهم بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد صلى الله عليه وسلم وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. നമ്മുടെ നാസർക്കയും ഉസ്മാൻ കോയ ഇവരൊക്കെ എവിടെ? ഇവിടുന്ന് കാണുന്നില്ലല്ലോ.